തുള്ളിയായി പെയ്യുമെങ്കിൽ മെല്ലെ നീ കണ്ണുനീരും പുഞ്ചിരിപ്പൂ ചില്ലയാകുന്നേ മിഴികളിൽ കനവായി ഒരു നിലാത്തിരിയായി പ്രണയവാർമുകിലായി നീ എന്നിലാകെ എന്നും മിന്നി നിൽക്കില്ലേ ഉരുകുമീ വെയിലിൽ ഉതിരുമാ മഴയിൽ ഇവനു നീ കുടയായി എന്നും ചേരുകില്ലേ ഓമൽ പെൺമണി പൂവേ എന്റെ മാത്രം പെൺകിളി എന്നും നീ എൻ സ്വന്തമേ ഒന്നു നൂലിൽ രണ്ടു ജീവൻ ഒന്നു ചേരുന്നേ ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടു കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുകയാണ്. ചോദ്യത്തിന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ജോബിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ആശ്ലിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആശ്ലി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ജോബിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷികൾ ഈ വിവാഹ നിശ്ചയത്തിന് നിങ്ങൾ സാക്ഷികൾ കൈപിടിച്ചു വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഉടമ്പടികൾ ചെയ്യുന്നവരും അവയെ വിശുദ്ധതയോടെ പാലിക്കുന്നവരും പാലിക്കുവാൻ സഹായിക്കുന്നവരുമായ കർത്താവേ, നിന്റെ ദാസർ ചെയ്യുന്ന ഈ ഉടമ്പടിയെ നീ സ്ഥിരീകരിക്കണമേ. അബ്രാഹത്തെയും സാറായെയും ഇസഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ ഉലകിൻ പകലിൽ ഞാൻ തേടുമീ എന്നുയിരിൻ നേർപകുതി നീയോമലേ ഈ ഉലകിൻ പകലിൽ ഞാൻ തേടുമീ എന്നുയിരിൻ നേർപകുതി നീയോമലേ കടലിൽ നീ എന്തിന് തേൻ തിരതൻ നീർ
ക്ഷമിച്ച കർത്താവേ, ഞങ്ങളുടെ ശത്രുക്കളെ രക്ഷിക്കണം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മരക്ക് പരിശുദ്ധ മരത്തിൽ വഹിച്ചു പരിശുദ്ധാത്മാവൻ മരങ്ങളുടെ ദർശനം നന്മ നിറഞ്ഞ മരമേ സൃഷ്ടി. കർത്താവ് ഇങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങോട്ട് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതാ കർത്താവിന്റെ ദിവസം ഇന്നിന്റെ വചനപ്പോലില്ലാണ്ട് നന്മ നിറഞ്ഞ മരമേ സൃഷ്ടി. കർത്താവ് ഇങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങോട്ട് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മരമേ സൃഷ്ടി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെട്ടവളാകുന്നു. അങ്ങോട്ട് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോയുടെ വാഗ്ദാന യോഗ്യരാകുവാൻ സർവേശ്വര മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വീക്ഷണമേ പ്രാർത്ഥിക്കുക. സർവേശ്വരമരണത്തിന്റെ അങ്ങനെ ഈശോ ഈശോയുടെ മനുഷ്യർ അറിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ പുരുഷരുടെ മുഖേനോ ഏർപ്പിനെയോ മഹിമയിലായിപ്പാൻ അനുഗ്രഹം ലഭിച്ച കർത്താവായ ഈശോ വഴി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാണ്. ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ തിരുവന സർവ്വതിലെ പരഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ പറയുമ്പോൾ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെട്ടവളാകുന്നു. നമ്മുടെ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസത്തിൽ ആത്മാവിനോട് തലമുറച്ച് ചേരുവാനിടയാവട്ടെ. സ്വർഗസ്നായ ഞങ്ങളുടെ ദാവേ, ഞങ്ങളുടെ നാം പൂജിതമാണ്. ഞങ്ങളുടെ രാജ്യം വരേണമേ. ഞങ്ങളുടെ സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ രാജ്യം തരണമേ. അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ. സ്ത്രീകർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ മനുഷ്യർ അനുഗ്രഹിക്കപ്പെടാവുന്നു. മനുഷ്യവിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്മിലാണ് തലേ മോഷിച്ചേരാൻ കൃപയുണ്ടായിരുന്നേ. സർവസ്നായ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുവന സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവേ, എന്റെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവനന്തപുരം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവർക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവർക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അഗ്നികൾക്ക് നന്ദി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം.
അവകാശികൾ ഒരു പായ കൊണ്ട് നിർമ്മിക്കുക. പീഠത്തിന് മുകളിലായിട്ട് പരിശുദ്ധിയുടെ പ്രതീകമായ വെള്ളത്തുണി വിരിക്കേണ്ടതാണ്. തോല് വിളക്ക് സജ്ജീകരിക്കുക. പണവാട്ടി പെണ്ണിന്റെ കയ്യിലും കാലിലുമായിട്ട് മൈലാഞ്ചി അരച്ചത് ഇടാവുന്നതാണ്. അതിലേക്കായിട്ട് അവകാശികളെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. പിഴവഴിക്ക് നിറമണിഞ്ഞു തന്റെ നിറ മകന പോലെ മൈലാഞ്ചി തടവിയൊക്കെ നിറവഴിച്ച തടയാളം. വാഴുടയ മൈലാഞ്ചി പൊരുളുടയ മൈലാഞ്ചി ഗുണമുടയ മൈലാഞ്ചി കീർത്തിപ്പെട്ട മൈലാഞ്ചി. വേദികാര്യമായിട്ട് കിണ്ടിയും കൊള്ളാമ്പയും കൊണ്ടുവന്ന് സജ്ജീകരിക്കുക. അവകാശികൾ കിണ്ടിയും കൊള്ളാമ്പയും കൊണ്ടുവന്ന് സജ്ജീകരിക്കുക. അമ്മയും തോഴിമാരും എന്നിവന്റെ തോഴിമാരും ഉറ്റുനില ബന്ധുക്കളും മറ്റുടയോരെല്ലാരും അൻപിനോടെ പൂശിയർക്ക് ഗുണമുടയ മൈലാഞ്ചി
പുതിയ മങ്ക കുരുന്നവൾക്ക് വെള്ളടയെ മൈലാഞ്ചി മൈലാഞ്ചി വരുവണം വരുവിനഹോ തോഴിമറി പിച്ചപ്പാട് കൊടുക്കുന്ന ചടങ്ങിലേക്ക് അവകാശി വിധിനിക്ക് ക്ഷണിക്കുകയാണ്. പിതൃ സഹോദരന്മാരിൽ മുതിർന്നയാള് രണ്ടാം മുണ്ടെടുത്ത് അറ്റൻഡയുടെ മുകളിലേക്ക് വരത്തക്ക വിധം കത്രി പൊട്ടിട്ട് തലയിൽ കെട്ടിയ ശേഷം ഇച്ചപ്പാട് കൊടുക്കട്ടെ എന്ന് 3 പ്രാവശ്യം അനുവാദം ചോദിച്ചു വാങ്ങി ഇച്ചപ്പാട് കൊടുക്കാവുന്നതാണ്. കൊഴപ്പള്ളി ഫിലിപ്പിന്റെയും ത്രേസ്യാമ്മയുടെ മകൾ അവരുടെ പേരപ്പൻ അവരുടെ കുഞ്ഞുവാൻ കൊടുക്കുന്ന ജോയി അത് കൊടുക്കട്ടെ. Nada